ചിദംബരം അങ്ങോട്ടാണ് സിനിമയുടെ തുടക്കം തന്നെ അതിന്റെ ടൈറ്റിൽസ് കാണിക്കാൻ തന്നെ ഗുണ സോങ് അത് ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു നോർമൽ ഒരു സൗണ്ട് ട്രാക്കിലായിരിക്കും ടൈറ്റിൽസ് കാണിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്തെങ്കിലും ബീജം വെട്ടിലായിരിക്കും കാണിക്കുക. ഇത് ആ സോങ് തന്നെ ഇപ്പൊ ടൈറ്റിൽസിൽ തന്നെ ആരൊക്കെയാണ് ഏതൊക്കെയാണ് ആ സോങ്ങിൽ തന്നെ എൻഗേജ്ഡ് ആയിട്ട് കാണിക്കുന്നത്. അത് അങ്ങനെ എന്താണ് ഒരു ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആരുടെ ഐഡിയ വരുന്നത്? നിങ്ങൾ ഉദ്ദേശിച്ചത് സ്വതന്ത്രം പാട്ടാണോ ഉദ്ദേശിച്ചത്? അല്ല, ടൈറ്റിൽ കൺമണി അല്ലേ? കൺമണി അത് അവരുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗുണം എന്താണ്, ആ പാട്ട് എന്താണെന്ന് റിഫ്രഷ് ചെയ്തിട്ട് പടത്തിൽ കയറ്റാൻ വേണ്ടിയാണ് അത് അവിടെ വെച്ചിരിക്കുന്നത്. അതിന്റെ ടൈറ്റിൽ ഗ്രാഫിക്സും ആ പാട്ടും പിന്നെ പാട്ടിന്റെ ആ പാട്ടാണ് സിനിമയുടെ ഒരു മെയിൻ കോർ. അത് കഥാപരമായും സ്ക്രിപ്റ്റുപരമായും ആ പാട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പോൾ ആ പാട്ട് ഒന്ന് ടീസ് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ കാണിക്കാന്നുള്ളൊരു മനഃപൂർവ്വമായ തീരുമാനം തന്നെയായിരുന്നു. ആസ് എ പ്രൊഡ്യൂസർ, ആക്ടറായിട്ടല്ല, ആസ് എ പ്രൊഡ്യൂസർ, ഈ പറഞ്ഞ പോലെ ഒരു വലിയ ബഡ്ജറ്റ് തന്നെ ആയിരിക്കണം. ഒരു 2 മണിക്കൂർ മാത്രം ഷൂട്ട് ചെയ്ത് ഇത്രയും കാസ്റ്റിനെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ടഫായിരുന്നു. അതായത് ഏതെങ്കിലും പോയിന്റിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു, ഇത് ചെയ്യുന്നത് എത്തിക്കാൻ പറ്റുമോ എന്നൊരു പോയിന്റ് തോന്നിയിരുന്നോ? തുടക്കം തന്നെ ടഫായിരുന്നു. ഷൂട്ട് ചെയ്ത് പോകാനായിട്ട് മുമ്പേ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിൻ്റെ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ തുടങ്ങണം എന്നുള്ള ഒരു ഓർഡറില്ല. കാരണം ഇതിൻ്റെ കഥ കാരണം ഇത് റിയൽ സ്റ്റോറിയാണ്. അതിൽ ഇതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചിരുന്നെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ പുറത്തുള്ള കാര്യം ഷൂട്ട് ചെയ്യാൻ പറ്റും, പക്ഷെ അകത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സെറ്റിൻ്റെ ആണെങ്കിൽ പോലും അതിൻ്റെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എന്തൊന്നൊരു യെസ് പറഞ്ഞാലല്ലേ എല്ലാം മുന്നോട്ട് പോകും. അപ്പോൾ അതിൻ്റെ യെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊളിക്കാം എന്നുള്ള സീനാണ്. കാരണം ഈ പറയുന്ന സംഭവം കാരണം ചിന്തു അതിന് മുമ്പിൽ ഇവർ വെച്ചിട്ട് ഓരോരുത്തർ വെച്ചിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർ നമ്മുടെ ഇതിന് മുമ്പ് കഥയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എല്ലാം പറഞ്ഞെങ്കിൽ പോലും ഈ പറയുന്ന സെയിം ക്യാരക്ടറെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി കാണാൻ നേരത്താണ് എന്തുമാത്രം അവർക്ക് അനുഭവിച്ചിരുന്നത്. കാരണം ഇതിൽ വീണിരിക്കുന്ന ആളോ രക്ഷപ്പെടുത്താൻ പോകുന്ന ആളോ അല്ലെങ്കിൽ പുറത്തേക്ക് എല്ലാവർക്കും ഭയങ്കര പെയിനാണ്. അപ്പം അതെങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പിന്നെ ആലോചിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ലൈക്ക് അതെങ്ങനെ ഒരു ഫിലിമാക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലും പിന്നെ അതിൻ്റെ ഒരു പിന്നെ അതായിരുന്നു. കാരണം പറവോളത്തൊരു പടം ചെയ്ത് ഡയറക്ടറിന് ശേഷം ഇങ്ങനത്തെ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ബുദ്ധി അത് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക ഒരു ചങ്കുറ്റെന്ന് പോലും എനിക്കിപ്പോൾ തുറന്നു പറയാൻ പറ്റും. ഇപ്പോൾ സുശീൽ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഈ പടം പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ഏറ്റവും വലിയ ചങ്കുറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ കഥ തന്നെയാണ്. അത് തന്നെയാണ്. കാരണം അത് ഇങ്ങനെ വന്നു ചേർന്നതും ഇവരെ അറിയിപ്പിക്കുക എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. നന്നായിട്ട് വന്നതിൽ ഏറ്റവും വലിയ സന്തോഷം വിചാരിച്ചു. കാരണം ഇവരനുഭവിച്ചതിൻ്റെ ഒരു 98-97% കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം. ഈ നിമിഷം ചെലവായിക്കൊടുക്കുന്നത് ഒരു ക്രിയേറ്റീവ് കൊളാബറേഷൻ ഇപ്പൊ മറ്റ് ഇൻഡസ്ട്രിയിൽ നോക്കുമ്പോൾ അങ്ങനെ അധികം സംഭവിക്കാത്തൊരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് ക്രിയേറ്റീവായിട്ട്. സോ എങ്ങനെ ഒരു ഡയറക്ടേഴ്സ് സെറ്റിൽ ഉണ്ടാവുന്നൊരു എഫക്റ്റീവ്നെസ് ശരിക്കും ഇപ്പോൾ റേമിയിലൂടെ റഹ്മാൻ പറഞ്ഞൊരു ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറവിൽ അഭിനയിച്ചിട്ടുണ്ട്. റഹ്മാൻ തല്ലുമാലുടെയും അതുപോലെ ചെയ്യുന്ന രണ്ടുപേരും ഇവിടെ ഇല്ല. അത് രണ്ടുപേരും ഭയങ്കര വലിയ കൊമേഴ്ഷ്യൽ വാല്യൂള്ള ഡയറക്ടേഴ്സാണ്. അവർ രണ്ടുപേരും അങ്ങനത്തെ ലഭിച്ച ആൾക്കാർ. അവർ രണ്ടുപേരും ആക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഫ്രണ്ട്സാണ്. കാരണം ഇവിടെ നമുക്ക് വേണ്ടത് ഇത് ആക്ട് ചെയ്യാനുള്ള ആൾക്കാരല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം. നമ്മൾ പരസ്പരം കാണേണ്ട എല്ലാവരും അറിയാവുന്ന ആൾക്കാർ വേണം. ഇവരെ പോലെ തന്നെ എങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഈ മൂവി അല്ലേ അത് ഏറ്റവും വലിയ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഗണുവിൻ്റെ ഒരു കാസ്റ്റിംഗ് തന്നെയാണ്. കാരണം ഗണു അത് നോക്കിയിട്ട് അതിന് ആരൊക്കെയാണ് എങ്ങനെയാണ് നമ്മളെല്ലാവരും ഉള്ളതാണെങ്കിൽ കുറച്ചുകൂടി സാധിക്കും അങ്ങനെ കാസ്റ്റിംഗ് ഉള്ളൂ. കാരണം അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. കാരണം അല്ലാണ്ട് നമുക്ക് ഒരാൾക്കൊരു ഇതാവില്ല. കാരണം വീക്കായാല് അല്ലെങ്കിൽ നമുക്ക് പരിചയം കൊടുക്കാൻ അങ്ങനത്തെ ഫ്രണ്ട്സ് ചിലപ്പോൾ പോലും അറിയില്ലായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാർ ഇവരെ പോലെ ആവണം, അത് ഫിലിമിന് മുമ്പേ ആവണം. അങ്ങനെ സെറ്റ് ചെയ്തതാണ്. അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു
പരിപാടിയാണ്. ഈ ഒരു സൈഡില് ഇവർ അനുഭവിച്ച ഇൻസിഡന്റ്